ബ്ലെസ്സിംഗ് ടുഡേയിലേക്ക് ഒരിക്കൽ കൂടെ എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ദിവസത്തിൽ കർത്താവ് നമ്മളെ കൂടുതൽ കർത്താവിനോട് ചേർന്ന് വസിക്കുവാനുള്ള അവസരം കർത്താവ് നമുക്ക് നൽകിയിരിക്കുകയാണ്. എന്നിൽ വസിപ്പിൻ എന്നാണ് കർത്താവ് പറഞ്ഞിട്ടുള്ളത്, അല്ലേ? അബൈഡ് ഇൻ മീ, കർത്താവിൽ വസിക്കുക. അതിനുള്ള അവസരങ്ങൾ, അതിനുള്ള സാഹചര്യങ്ങളാണ് ബ്ലെസ്സിംഗ് ടുഡേയുടെ ഈ പ്ലാറ്റ്ഫോമിലൂടെ ദൈവം നിങ്ങൾക്ക് നൽകി തന്നിരിക്കുന്നത്. നമ്മൾ ഒരുമിച്ച് ചേർന്ന് ഇന്നത്തെ സ്പോൺസേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ആദ്യത്തേത് തിരുവനന്തപുരത്ത് നിന്ന് സിസ്റ്റർ രമയാണ്. താങ്ക് യു കർത്താവ്. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. മക്കളായ രശ്മിക്കും വിപിനും തലമുറകളെ ലഭിക്കുവാൻ, ദൈവികാരോഗ്യം സമൃദ്ധി ഉണ്ടാകാൻ, രമയ്ക്ക് ദൈവികാരോഗ്യം ദൈവിക സംരക്ഷണം ഉണ്ടാകാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അടുത്ത ഇടപ്പള്ളിയിൽ നിന്ന് സിസ്റ്റർ അംബികയാണ്. ദൈവം നടത്തിയ വിധങ്ങൾക്കുള്ള നന്ദി സൂചകമായിട്ടാണ് കർത്താവ് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വന്തമായിട്ട് ഒരു ഭവനം ലഭിക്കുവാൻ, ഭവനത്തിലെ എല്ലാവരും രക്ഷിക്കപ്പെടുവാൻ, ഇളയ മകന് മാനസാന്തരം ലഭിക്കുവാൻ, സാമ്പത്തിക ഉയർച്ച ഉണ്ടാകുവാൻ, വിവാഹം നടക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. അടുത്തത് എറണാകുളത്ത് നിന്ന് ഒരു വെൽവിഷറാണ്. ജനുവരി 25 നടക്കുന്ന മകൻ്റെ വിവാഹത്തിൽ ദൈവിക അനുഗ്രഹം ഉണ്ടാകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. രണ്ടുപേരും ദൈവസ്നേഹത്തിലും ഐക്യതയിലും അനുഗ്രഹിക്കപ്പെട്ട ദാമ്പത്യ ജീവിതം നയിക്കുവാൻ കർത്താവിൻ്റെ കൃപയുണ്ടാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അപ്പ അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. അമേൻ, അമേൻ. ഇന്നത്തെ സ്പോൺസർ ചെയ്ത എല്ലാവരോടുമുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദി ബ്ലെസ്സിംഗ് ടുഡേയുടെ പേരിൽ ഞാൻ അറിയിക്കുകയാണ്. തുടർന്ന് അനുഗ്രഹിക്കപ്പെട്ട സന്ദേശമാണ് നമ്മൾ കേൾക്കാനായിട്ട് പോകുന്നത്. നെഗറ്റീവായ സാഹചര്യങ്ങളിൽ പോസിറ്റീവ് മനോഭാവത്തെ എങ്ങനെ സൃഷ്ടിക്കാം എന്ന് പറയുന്ന ഹൗ ടു ഹാവ് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ഇൻ നെഗറ്റീവ് സർക്കംസ്റ്റാൻസസ്. അനുഗ്രഹിക്കപ്പെട്ട സന്ദേശത്തിലേക്ക് നമുക്ക് വേഗത്തിൽ കിടക്കാം. കഴിഞ്ഞ ദിവസങ്ങളിലെ ബ്ലെസ്സിംഗ് ടുഡേ മോർണിംഗ് ഗ്ലോറിയിൽ ഞാൻ നൽകിയ മെസ്സേജുകൾ എത്ര പേർ കേട്ടു? കേട്ടിട്ട് അകത്തൊരു മാറ്റമുണ്ട്, തീരുമാനങ്ങൾ എടുക്കാൻ സാധിച്ചു, റാഡിക്കൽ ഫെയ്ത്തിലേക്ക് വളരുകയാണ് എന്നൊക്കെ തോന്നുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ അറിയിക്കണം. നിങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കും, ഇന്നും പ്രാർത്ഥിക്കും. ഈ ആഴ്ചയിലെ ഓരോ ദിവസവും ഞാൻ പറയുന്ന സന്ദേശങ്ങൾ ജീവിതത്തിൽ ഈ വർഷം, ഈ മാർച്ച് മാസം ഭയങ്കരമായ വ്യത്യാസങ്ങൾ. ഈ 3-ാം മാസം മുതൽ നിങ്ങൾ ടേക്ക് ഓഫ് ചെയ്യാൻ പോവുകയാണ്. മുകളിലേക്ക് പറന്ന് കയറുന്ന ഒരു മാസമായിരിക്കും. വലിയൊരു വിശ്വാസം അകത്തുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മുടെ അകത്തൊരു ഹ്യൂജ് ഒരു 100 അല്ലെങ്കിൽ 500 HP ഉള്ള ഭയങ്കരമായ ഒരു എഞ്ചിൻ ഇരിപ്പുണ്ടെന്നാണ്. വേറൊന്നും കണ്ടില്ലേലും ഈ വണ്ടി മുന്നിലേക്ക് ഓടും. ഒന്നിനും ഈ വണ്ടിയെ തടുത്ത് നിർത്താൻ സാധിക്കുകയുമില്ല. റാഡിക്കൽ ഫെയ്ത്ത്, സാധാരണമായ വിശ്വാസം. ഈ ദിവസങ്ങളിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്ത് വികസിപ്പിച്ചെടുക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്കൊരു ബെഞ്ച് മാർക്കായിട്ടുള്ളത് യേശുവാണ്. യേശു വിശ്വാസത്തിൻ്റെ നായകനാണ്, പൂർത്തി വരുത്തുന്നവനാണ്. ആ ഒരു വിശ്വാസത്തിൽ ശക്തിയോടെ മുന്നോട്ട് പോകാൻ നമ്മെ തന്നെ നമ്മൾ വചനത്താൽ നിറയ്ക്കണം. പലവിധ മാഗസിനുകളോ പത്രങ്ങളോ കഥാപുസ്തകങ്ങളോ കോമിക്സോ ഒക്കെ വായിച്ച് സമയം കളയാതെ അധിക സമയവും നമ്മുടെ ജീവനായ നിത്യജീവൻ്റെ അപ്പമായ ദൈവവചനം ധാരാളമായി ഭക്ഷിക്കുവാൻ ഒരു തീരുമാനമെടുത്താൽ, വാവ്, നമ്മുടെ അകത്ത് ഈ ഭയങ്കരമായൊരു വിശ്വാസം രൂപപ്പെട്ട് വികസിച്ച് വികാസം പ്രാപിച്ചു വരും. നമ്മളതിനായി തീരുമാനിക്കണം. പിന്നെ ഞാനൊരു കാര്യം കൂടി പറഞ്ഞു. നമ്മളിതൊക്കെ ചെയ്യുമ്പോൾ തന്നെ വിശ്വാസം കേൾവിയാലാണ് വരുന്നത്. റോമാലേഖനത്തിൽ നമ്മളത് കാണുന്നുണ്ട്. വിശ്വാസം കേൾവിയാൽ വരുന്നു, കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താൽ വരുന്നു. റോമർ 10:17. അതുപോലെ തന്നെ അവിശ്വാസവും കേൾവിയാലാണ് വരുന്നത്. അനാവശ്യമായത് കേൾക്കരുത്. എവിടെയൊക്കെ സെൻസർ ചെയ്യണമോ അവിടെയെല്ലാം സെൻസർ ചെയ്യണം. അങ്ങനെ നമ്മളെ തന്നെ സൂക്ഷിക്കണം. മാർക്കോസിൻ്റെ സുവിശേഷം 4:24 എൻ്റെ ഓർമ്മ. ബി കെയർഫുൾ ഓഫ് വാട്ട് യു ഹിയർ. എന്താണ് നിങ്ങൾ കേൾക്കുന്നതെന്നുള്ള ശ്രദ്ധിച്ചോളൂ. കാരണം ഈ ഇയർ ഗേറ്റിലൂടെ അകത്തേക്ക് വരുന്നത് വളരെ സ്ക്രീൻ ചെയ്യേണ്ടത് ആവശ്യമാണ്. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു. ഞാൻ ജസ്റ്റ് ഒന്ന് ബ്രഷപ്പ് ചെയ്യാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. എന്നാൽ ഇന്ന് ഞാൻ ഫോക്കസ് ചെയ്യാൻ പോകുന്ന ഒരു കാര്യം, how to have a positive attitude in a negative circumstance. വളരെ പ്രതികൂലമായ നെഗറ്റീവായൊരു സാഹചര്യത്തിൽ ജീവിക്കുന്ന ഒരാൾക്ക് ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം? ഒരു വളരെ 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 നിരാശപ്പെടുത്തുന്ന
നമ്മളെ ഇടിച്ചു താഴ്ത്തുന്ന, മനസ്സിനെ താഴേക്ക് വലിച്ചിരുത്തുന്ന ഒരു വല്ലാത്തൊരു അന്തരീക്ഷത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ, അത് വീട്ടിലാകാം, ഓഫീസിലാകാം, അല്ലെ, വർക്ക് പ്ലേസിലാകാം, ഫ്രണ്ട്സിനിടയിലാകാം, ഈവൻ സഭയിലാകാം, കൂട്ടായ്മയിൽ, നിങ്ങളുടെ പ്രാർത്ഥനാ ഗ്രൂപ്പിൽ, എവിടെയും ഒരു നെഗറ്റീവ് ആയ ഒരു അവസ്ഥ വന്നാൽ എങ്ങനെ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡോടുകൂടി ജീവിക്കാൻ കഴിയും, അതിനെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കാൻ പോകുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പ്രായോഗികമായ കാര്യങ്ങളാണ് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ പോകുന്നത്. പല വീടുകളിലെയും മുന്നിലൂടെ ഞാൻ പോകുമ്പോൾ ഗേറ്റിൽ ഒരു ബോർഡുണ്ട്, ബിവെയർ ഓഫ് ഡോഗ്സ്, നായയുണ്ട് സൂക്ഷിക്കുക എന്ന് വെച്ചാൽ, പെട്ടെന്ന് ഗേറ്റ് തുറന്നൊക്കെ വന്നു കഴിഞ്ഞാൽ നായ കൂട്ടിലല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട്, വളരെ സൂക്ഷിക്കണം. ഞാൻ നായയെക്കുറിച്ചല്ല പ്രസംഗിക്കാൻ പോകുന്നത്, അതിനോടനുബന്ധിച്ചൊരു കാര്യം ഞാൻ നിങ്ങളോട് പറയാൻ പോകുക. ബിവെയർ ഓഫ് മീഡിയ, മാധ്യമങ്ങളെ സൂക്ഷിക്കുക. ഹലോ, മാധ്യമങ്ങളെ സൂക്ഷിക്കുക. നമ്മുടെ ഈ കാലഘട്ടത്തിൽ, നമ്മുടെ ഈ തലമുറയിൽ സാങ്കേതിക വിദ്യ ഒത്തിരിയധികം വികസിച്ചിട്ടുള്ള ഈ കാലത്ത് നമ്മുടെ ഫിംഗർ ടിപ്സിൽ ഇൻഫർമേഷൻ കിട്ടും. ഇൻഫർമേഷൻ ടെക്നോളജി അത്രത്തോളം വികസിച്ചിരിക്കുകയാണ്. നമ്മൾ പണ്ടൊക്കെ ഏതെങ്കിലും ഒരു വിവരം കിട്ടണമെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലുമൊക്കെ വാർത്ത കിട്ടണമെന്നുണ്ടെങ്കിൽ പത്രം ഓഫീസിൽ വിളിച്ചു വയ്ക്കണം, പിറ്റേ ദിവസമേ പത്രം അടിച്ചു വരുള്ളൂ. പക്ഷേ അവിടെ എന്തെങ്കിലും ന്യൂസ് കിട്ടിയിട്ടുണ്ടോ എന്ന് രാത്രിയോ തലേദിവസമോ അറിയണമെങ്കിൽ പത്രം ഓഫീസിൽ വിളിക്കാറുണ്ട്, അല്ലെങ്കിൽ അതുപോലുള്ള ചില സ്ഥലങ്ങളിലൊക്കെ വിളിക്കണം. ഇപ്പം അതൊന്നും വേണ്ട, നെറ്റിൽ സെർച്ച് ചെയ്താൽ മതി. സമൂഹ മാധ്യമങ്ങളിലൂടെയും മാസ് മീഡിയയിലൂടെയും TV ചാനലുകളിലൂടെയും കൂടാതെ പത്രമാധ്യമങ്ങളിലൂടെ, പ്രിന്റ് മീഡിയയിലൂടെ ഒക്കെ വരുന്ന ഇൻഫർമേഷൻ വളരെയധികം സൂക്ഷിക്കണം. എന്തിനു പറയുന്നു? പാഠപുസ്തകങ്ങൾ പോലും ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്നെ ഉപദ്രവിക്കരുത്. സ്കൂളുകളിലും കോളേജുകളിലും ഇന്ന് പഠിപ്പിക്കുന്ന പാഠപുസ്തകങ്ങളിൽ ഒരിക്കലും ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടില്ലാത്ത, ഒരിക്കലും ചരിത്രത്തിൻ്റെ ഭാഗമല്ലാത്ത പലതും സിലബസിൽ കടന്നുകൂടിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഞെട്ടരുത്. ചരിത്രം വളച്ചൊടിക്കപ്പെട്ടിട്ടുണ്ട് ചരിത്ര പുസ്തകങ്ങൾ. ഹിസ്റ്ററി പഠിക്കുമ്പോൾ കുഞ്ഞുങ്ങൾ പഠിക്കുന്നത് യഥാർത്ഥ ഹിസ്റ്ററി അല്ല, ബയസ്ഡ് ആയിട്ടുള്ളൊരു ഹിസ്റ്ററിയാണ്, മറന്നുപോകരുത്. ഇതുപോലെ പത്രമാധ്യമങ്ങളിലും TV ചാനലുകളിലും ന്യൂസ് ചാനലുകളിലും വരുന്ന വാർത്തകളല്ല അധികവും, ഭൂരിഭാഗവും കഥകളാണ്. നിറം വെച്ച് പിടിപ്പിച്ച് ഡെക്കറേറ്റ് ചെയ്ത് വരുന്ന പലതും സ്റ്റോറീസാണ്. അനുഭവത്തിൽ നിന്നുകൂടിയാണ് ഞാനിത് പറയുന്നത്. ഓക്കെ, ഒരു വാക്യം വായിച്ചിട്ടൊക്കെ നമുക്ക് മുന്നോട്ട് പോകാം. ഐസായ 53 verse number 1, ഏശയ്യാവിൻ്റെ പുസ്തകം 53:1. Who has believed our report, and to whom has the arm of the Lord been revealed? മലയാളം ബൈബിളിൽ കാണുന്നത്, ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചു, യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കും. ഇംഗ്ലീഷിൽ ഞാൻ വായിച്ച ന്യൂ കിങ് ജെയിംസ് വേർഷനിൽ കാണുന്നത്, ഹു ഹാസ് ബിലീവ്ഡ് അവർ റിപ്പോർട്ട്. ഞങ്ങൾ പറയുന്ന റിപ്പോർട്ട് ആര് വിശ്വസിക്കും? ഇതൊരു പ്രവാചകനാണല്ലോ പറയുന്നത്. അല്ലെങ്കിൽ ഈ പ്രവാചകൻ പറയുന്ന ദൈവത്തിൻ്റെ അരുളപ്പാട് പറയുന്ന ഒരു ശുശ്രൂഷകൻ, ഒരു ദൈവപുരുഷൻ, അല്ലെങ്കിൽ ഒരു സുവിശേഷകൻ, ഒരു ഇടയ ശുശ്രൂഷ ചെയ്യുന്നയാൾ, ദൈവത്തിൻ്റെ അരുളപ്പാട് പറയുന്ന ഒരാൾ, ദൈവത്തിൻ്റെ സത്യം വിളംബരം ചെയ്യുന്ന ഒരാൾ പറയുന്ന റിപ്പോർട്ട് ആര് വിശ്വസിക്കും? ദൈവത്തിൻ്റെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു? റോമാലേഖനം 10:10, റോമൻസ് 10:10, റോമർ 10:9 രക്ഷിക്കപ്പെടാനുള്ള വചനം. 10-ാം അധ്യായം 10-ാമത്തെ വചനം, അല്ലെങ്കിൽ തൊട്ടടുത്ത വചനത്തിൽ പറയുന്ന ഒരു എക്സ്പ്ലനേഷനാണ്. യേശുവിനെ കർത്താവെന്ന് വായ് കൊണ്ട് ഏറ്റുപറയുകയും ഹൃദയം കൊണ്ട് ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. എന്നിട്ട് ഉടനെ പറയാം, ഫോർ ഇറ്റ് ഈസ് വിത്ത് യുവർ ഹാർട്ട് that you believe and are justified, and it is with your mouth that you profess your faith and are saved. Explanation ആണ്. റോമർ 10:9 പ്രകാരം രക്ഷിക്കപ്പെടുന്നത് എങ്ങനെ?
അതിൻ്റെ ഒരു എക്സ്പ്ലനേഷനാണ് ഈ 10-ാം വചനത്തിൽ പറഞ്ഞിരിക്കുന്നത്. വിത്ത് യുവർ ഹാർട്ട് യു ബിലീവ്, ഹൃദയം കൊണ്ട് നിങ്ങൾ വിശ്വസിക്കുന്നു. വിത്ത് യുവർ മൗത്ത് യു പ്രൊഫസ് യുവർ ഫെയ്ത്ത്. അപ്പോൾ ഹൃദയം കൊണ്ട് വിശ്വസിച്ച ശേഷം വായ് കൊണ്ട് ഏറ്റു പറയുമ്പോൾ രക്ഷിക്കപ്പെടും. എല്ലാവരും ഒന്ന് പറഞ്ഞ്, ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായ് കൊണ്ട് ഏറ്റു പറയുമ്പോൾ രക്ഷിക്കപ്പെടുന്നു. എന്ന് വെച്ചാൽ നിത്യനാശത്തിൽ നിന്നും നിത്യനരകത്തിൽ നിന്നും ഒരാൾ രക്ഷപ്പെടാൻ ആകെ ചെയ്യേണ്ടത് ഹൃദയം കൊണ്ട് വിശ്വസിക്കുക, വായ് കൊണ്ട് ഏറ്റുപറയുക. രണ്ട് കാര്യം ചെയ്താൽ മതി. സിമ്പിൾ. ഇനി ഇതിനപ്പുറത്തേക്ക് സിംപ്ലിഫൈ ചെയ്യാനുണ്ടോ? ഓർക്കണം, സകല മാനവകുലം മുഴുവൻ ശ്രമിച്ചിട്ടും നടക്കാത്തത്, ദശലക്ഷക്കണക്കിന് ആടുമാടുകളെ കൊന്ന് യാഗം അർപ്പിച്ചിട്ടും നടക്കാത്തത്, സ്വർഗത്തിലെ ശക്തന്മാരായ ദൂതന്മാർ വിചാരിച്ചിട്ട് നടക്കാത്തത്, പഴയ നിയമ പ്രവാചകന്മാരോ പുരോഹിതന്മാരോ വിചാരിച്ചിട്ട് നടക്കാത്തതാണ് യേശു വന്ന് ദൈവകുഞ്ഞാടായി നമുക്ക് വേണ്ടി ചെയ്തത്. അത് ചുമ്മാ വിശ്വസിച്ച് വായ് കൊണ്ട് ഏറ്റു പറഞ്ഞാൽ നീ രക്ഷിക്കപ്പെടും. രക്ഷ അത്രയ്ക്ക് സിമ്പിളാണ്. പക്ഷേ വിശ്വാസവും ഏറ്റുപറച്ചിലുമാണ് ഇതിനകത്ത് അടങ്ങിയിരിക്കുന്നത്. എല്ലാവരും ഒന്ന് പറയാം, വിശ്വാസം ഏറ്റുപറച്ചിൽ. എല്ലാവരും ഒന്ന് ലൈവ് ചാറ്റിൽ ഒന്നിട്ടെ, വിശ്വാസം ഏറ്റുപറച്ചിൽ. എല്ലാവരും ഒന്ന് വേഗത്തിൽ ടൈപ്പ് ചെയ്തേ, വേഗത്തിൽ. ബിലീവ്, കൺഫെസ്. രണ്ട് കാര്യം, ബിലീവ്, കൺഫെസ്. ഞാൻ സാധാരണ ABC ഓഫ് സാൽവേഷൻ എന്ന് പഠിപ്പിക്കാറുണ്ട്. ABC, ആക്സെപ്റ്റ്, ബിലീവ്, കൺഫെസ്. ദൈവം പറഞ്ഞ സന്ദേശത്തെ സ്വീകരിക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക? വിശ്വസിക്കുക, ഏറ്റുപറയുക. മൂന്ന് കാര്യങ്ങൾ അവിടെ പറയുന്നത്. ABC ഓഫ് സാൽവേഷൻ, ആക്സെപ്റ്റ്, ബിലീവ്, കൺഫെസ്. അപ്പം ഇവിടെ പറയുന്ന ഇതാണ്, നിങ്ങൾ ഹൃദയത്തിൽ വിശ്വസിച്ച് ഏറ്റുപറയണം. ചോദ്യം ഇതാണ്, ഹൂ ഹാസ് ബിലീവ്ഡ് അവർ റിപ്പോർട്ട്? അപ്പം അപ്പസ്തോലന്മാർ മുഴുവൻ പറയുകയാണ്, യേശു പാപങ്ങൾക്ക് വേണ്ടി നമുക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നിട്ട് സ്വർഗത്തിലേക്ക് പോയി. ആ റിപ്പോർട്ട്, ഉയർപ്പിൻ്റെ റിപ്പോർട്ട്, യേശു നമുക്ക് വേണ്ടി ചെയ്തതിനെ കുറിച്ചുള്ള റിപ്പോർട്ട് ആർ വിശ്വസിക്കും? ആർക്ക് ദൈവത്തിൻ്റെ ഭുജം വെളിപ്പെടും എന്ന് പറഞ്ഞാൽ, ഭുജം എന്ന് അവിടെ ഉദ്ദേശിക്കുന്ന ദൈവത്തിൻ്റെ പ്രവൃത്തി അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ശക്തി ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു? ഈ റിപ്പോർട്ട് കേൾക്കുന്നുണ്ടെങ്കിലും ആർക്കും ഇത് മനസ്സിലാകുന്നില്ല, ആർക്കും ഇത് വെളിപ്പെടുന്നില്ല. ഒത്തിരി പേർക്ക് യേശുവിനെ കർത്താവായി സ്വീകരിച്ചാൽ നിന്റെ പാപങ്ങളെല്ലാം ഒരിക്കലും കൗണ്ട് ചെയ്യാൻ പോലും കഴിയാത്ത അത്രയും പാപങ്ങൾ ക്യാൻസൽ ചെയ്യപ്പെടും, നീ നിത്യനരകത്തിൽ പോകണ്ട, നിനക്ക് നിത്യസ്വർഗം കിട്ടും എന്ന് പറഞ്ഞാൽ ആരും ആ റിപ്പോർട്ട് വിശ്വസിക്കുന്നില്ല. ഇതാണ് അവസ്ഥ. എന്നാൽ രാവിലെ എഴുന്നേറ്റ് ആ റിമോട്ട് കൺട്രോളിങ് എടുത്ത് TV അങ്ങ് ഓണാക്കിയാൽ അതിൽ പറയുന്ന എന്തും വിശ്വസിക്കാൻ തയ്യാറായിട്ടാണ് ജനം ഇന്നിരിക്കുന്നത്. രാഷ്ട്രീയമാകട്ടെ, രാഷ്ട്രീയം പ്രത്യേകിച്ച്, രാഷ്ട്രീയത്തിൽ നമ്മൾ കേൾക്കുന്ന ഒരുപക്ഷെ 99% കാര്യങ്ങളും വെച്ച് പിടിപ്പിച്ച ഊഹാപോഹങ്ങളിലൂടെ ഒക്കെ ഉണ്ടാക്കി അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വാക്പയറ്റുകളും, ഒരു നേതാവ് മറ്റൊരു നേതാവിനെതിരെ ശക്തിയേറിയ ചില പ്രസ്താവനകൾ ഇറക്കുന്നു. ആ നേതാവ് ഉരുളക്കുപ്പേരി എന്നതുപോലെ അതിൻ്റെ 10,000 മടങ്ങ് ഘനത്തിൽ മറ്റൊരു പ്രസ്താവന ഇറക്കുന്നു. അതിന് വേണ്ടത്ര പപ്പും തൂവലും ഒക്കെ വെച്ച് പിടിപ്പിച്ച് മാധ്യമങ്ങൾ അതിനെ പുറത്തു കൊണ്ടുവരുന്നു. ഇത് കേൾക്കാൻ കോടിക്കണക്കിന് ജനം ഇരിക്കുകയാണ്. ആ റിപ്പോർട്ട് വിശ്വസിക്കും, തെറ്റാണെങ്കിലും കഴമ്പൊന്നും ഇല്ലെങ്കിലും വിശ്വസിക്കും. വർഷങ്ങൾക്ക് മുമ്പ് ഒരാൾ എന്നോട് പറഞ്ഞു, വാർത്ത ഈസ് മെയ്ഡ്. പല വാർത്തകളും ഉണ്ടാക്കുകയാണ്. ഇതൊന്നും പറഞ്ഞ് ആരും എന്നോട് പിണങ്ങരുത്. ജേർണലിസം പഠിച്ച് ജേർണലിസ്റ്റ് ആകാൻ വേണ്ടി കൊതിയോടുകൂടെ ഏതെങ്കിലും മാധ്യമങ്ങളിൽ ചേരുന്നവർക്ക് എങ്ങനെ 24 മണിക്കൂർ ഒരു വാർത്താ ചാനലിന് എന്തെങ്കിലും ഒക്കെ ടെലികാസ്റ്റ് ചെയ്യണ്ടേ, സംപ്രേഷണം ചെയ്യണ്ടേ? അതിനു വേണ്ടി ഏതെങ്കിലും ഒരു ഇൻസിഡൻ്റ് ഉണ്ടായാൽ അതിനെ എടുത്ത് നല്ല രീതിയിൽ അത് പൊതുജനങ്ങൾക്ക് രസകരമായ രീതിയിൽ ആ ചാനലിലേക്ക് എല്ലാവരും വന്ന് കാണത്തക്ക രീതിയിൽ വളരെ നല്ല രീതിയിൽ ആ കാര്യങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് കൊണ്ടുവരുമ്പോൾ അതിനിടയിൽ ക്ലിപ്പിങ്സ്, പഴയത് പുതിയത് എല്ലാം കൂടി ചേർത്ത് അങ്ങ് ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ ആയിരങ്ങൾ വിളിച്ചിരുന്നത് കേൾക്കും. അതിനോടൊപ്പം ഒത്തിരി കൊമേഴ്സ്യൽസ് വന്നുകൊണ്ടിരിക്കും, പലതിൻ്റെയും പരസ്യങ്ങൾ.
വീടിൻ്റെ പെയിൻറ് തുടങ്ങി ചെരുപ്പ് മുതൽ പാത്രങ്ങൾ മുതൽ ആരോഗ്യത്തിനുള്ളത്, പൈൽസ് രോഗത്തിനുള്ളത്, ഹാർട്ട് അറ്റാക്ക് വരാതിരിക്കാനുള്ള തുടങ്ങിയുള്ള സകലവിധ പരസ്യങ്ങൾ ഇതിലൂടെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി ഏതൊരു കച്ചവടത്തിൻ്റെ പുറകിലും ചില കാപട്യം കാണും. പണ്ടൊരാൾ ഞങ്ങളുടെ ഒരു അയൽക്കാരൻ പറയുന്നു, മോനെ കച്ചവടം എന്ന് പറഞ്ഞാൽ കപടമാണ് എന്ന് വെച്ചാൽ പലതും എൻ്റെ പുറകിൽ കപടമാണ്. പല സാധനങ്ങളും വിൽക്കുമ്പോൾ ചില ടെലി ബ്രാൻഡുകളൊക്കെ വിൽക്കുന്നത്, ടെലി ബ്രാൻഡിലെ ചില പ്രോഡക്റ്റുകൾ നമ്മളിങ്ങനെ നോക്കിയിരുന്നാൽ അത് തന്നെയും പിന്നെയും ആവർത്തിച്ച് ഇത് വന്നുകൊണ്ടിരിക്കും. ഒരു കിടക്ക മറിക്കുമ്പോൾ അത് ചെറുതാകുന്നു, അത് ഇങ്ങനെ തിരിക്കുമ്പോൾ അത് വേറെ ഒന്നായിട്ട് മാറുന്നു, ഇങ്ങനെ തിരിക്കുമ്പോൾ അത് കസേരയായി, ഇങ്ങനെ തിരിക്കുമ്പോൾ അത് സോഫയായി മാറുന്നു, പിന്നെ തിരിക്കുമ്പോൾ അത് ഗോവണിയായിട്ട് മാറുന്നു, ആ ഗോവണിയിലൂടെ ഒരു പെണ്ണ് കയറി പോകും. ഇതൊക്കെ കാണുമ്പോൾ ഇത് ഒരെണ്ണം മേടിച്ചാലോ? ടെലി ബ്രാൻഡ്. ഞാൻ ആരെയും കുറ്റം പറയുകയല്ല, പൊതുജനങ്ങളുടെ ഗുണത്തിന് വേണ്ടി ഞാൻ പറയുകയാണ്. ഞാൻ താരതമ്യപ്പെടുത്താൻ ഉദ്ദേശിച്ചത് ദൈവവചനത്തിലെ സത്യങ്ങൾ, ദൈവത്തെക്കുറിച്ചുള്ള സത്യങ്ങൾ, പ്രപഞ്ചത്തെക്കുറിച്ചുള്ള യഥാർത്ഥ കാര്യങ്ങൾ ആരെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കുമോ? എന്നാൽ അതിനൊരു ശാസ്ത്രീയ പരിവേഷം കൊടുത്ത് പൊടിപ്പും തൊങ്ങലും വെച്ച് വേറെ രീതിയിൽ ശാസ്ത്രീയതയുടെ പരിവേഷത്തിൽ ഒരു പരിണാമ സിദ്ധാന്തം പുസ്തകങ്ങളിൽ അച്ചടിച്ചു വെച്ചാൽ അത് പഠിക്കുകയും പഠിപ്പിക്കുകയും വളരെ നന്നായി ബൈ ഹാർട്ട് ചെയ്ത് ചിലപ്പോൾ മഗപ്പ് ചെയ്ത് എഴുതി നല്ല മാർക്ക് വാങ്ങിക്കുകയും ചെയ്യും. Whose report will you believe? ഇതിലേത് റിപ്പോർട്ട് വിശ്വസിക്കും? വർഷങ്ങൾക്ക് മുമ്പ് ബ്ലെസ്സിങ് ടുഡേയിൽ ചില ചാനലുകൾ വന്ന് വീഡിയോയും എല്ലാം എടുത്ത് 2 ചാനലുകളിൽ ബ്ലെസ്സിങ് ടുഡേക്കെതിരായ ചില റിപ്പോർട്ടുകൾ ഇട്ടു. അപ്പം ഞാൻ ആ റിപ്പോർട്ട് കണ്ടിട്ട് എനിക്ക് തന്നെ ചിരി വരും. ഇത് ഏത് ബ്ലെസ്സിങ് ടുഡേയാണ്? ഏത് ബ്ലെസ്സിങ് ടുഡേയെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നമ്മുടെ ബ്ലെസ്സിങ് ടുഡേയേക്കാൾ നമ്മുടെ ചാരിറ്റി വിങ്ങിനെ കുറിച്ചുള്ള കാര്യങ്ങൾ വന്നു. അപ്പം ഇത് ഏതിനെ കുറിച്ചാണ് ഇവർ പറയുന്നത്? കാരണം അതിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും അയാഥാർത്ഥ്യമാണ്, അങ്ങനൊരു സംഭവമില്ല. എന്നാൽ ആ ചാനലുകാർ കുറെ വീഡിയോ എടുത്ത ശേഷം അവരൊരു സ്റ്റോറി ഉണ്ടാക്കി. പക്ഷെ അത് വിശ്വസിക്കാൻ എത്ര പേർ വേണമെങ്കിലും ഭൂമിയിൽ കിട്ടും. ആരാണ് ഇതിൻ്റെ ഫാക്ട് ഓഡിറ്റ് ചെയ്യാൻ പോകുന്നത്? ഇത് ശരിയാണോ ഇല്ലയോ എന്നുള്ളത് നോക്കാൻ ആർക്കാ നേരം? എന്ത് ടി വിയിൽ കാണുന്നത് വിശ്വസിക്കുന്നു? ഒരാൾ എന്നോട് പറഞ്ഞത്, റഷ്യയിൽ ഒരു ചാനലിൽ എന്തെങ്കിലും വന്നാൽ റഷ്യക്കാർ വിശ്വസിക്കുകയില്ല, ഒന്നും വിശ്വസിക്കില്ല. കാരണം വർഷങ്ങൾക്ക് മുമ്പ് കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിൻ്റെ കീഴിലായിരുന്ന സമയത്ത് മാധ്യമങ്ങൾക്ക് പലതിനും വിലക്കുണ്ട്. അത് കൂടാതെ വരുന്ന ഒരു വാർത്തയും ശരിയായിരിക്കില്ല. അത് ഗവൺമെൻറ്റാണ് അത് സെൻസർ ചെയ്ത്, ഗവൺമെൻറ്റാണ് ന്യൂസ് ഉണ്ടാക്കി, ഗവൺമെൻറ്റാണ് വിടുന്നത്. പൊതുജനങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ല, ആശയവിനിമയ സ്വാതന്ത്ര്യമില്ല, സ്വന്തം ആശയങ്ങൾ പ്രചരിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യമില്ല. അടിമകളെ പോലെ ജീവിച്ചിരുന്നൊരു കാലമാണ്. അതിൽ നിന്ന് കയറി വന്ന റഷ്യൻ ജനത ഇന്നും ടി വിയിൽ കാണുന്ന വിശ്വസിക്കാൻ തയ്യാറല്ല. എന്നാൽ അമേരിക്കക്കാരോ മറ്റ് ചില വെസ്റ്റേണേഴ്സ്, യൂറോപ്യൻ കൺട്രീസിലുള്ളവരോ എന്ത് പറഞ്ഞാലും വിശ്വസിക്കും. ഏതെങ്കിലുമൊക്കെ കാര്യം, ഒരു പ്രോഡക്റ്റ് വിൽക്കാനാണെങ്കിലും എന്നാ പറഞ്ഞാലും വിശ്വസിക്കാൻ. ഇന്ത്യക്കാരും മോശമൊന്നുമല്ല, എന്തൊക്കെ ടി വിയിൽ കണ്ടാലും വിശ്വസിക്കും. അതിനേക്കാൾ കെയർഫുൾ ആകേണ്ട ഒരു സാധനമുണ്ട്. നമ്മുടെ വാട്സപ്പിൽ എത്തിച്ചേരുന്ന, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലൂടെ നമ്മുടെ അടുക്കൽ എത്തിച്ചേരുന്ന വിവരങ്ങൾ. ചില വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് വാട്സപ്പിൽ ഒരു മെസ്സേജ് കിട്ടി. ലോകപ്രസിദ്ധനായ അനുഗ്രഹിക്കപ്പെട്ട വർഷിപ്പ് ലീഡർ, സോങ് റൈറ്റർ ഡോൺ മോവൻ അന്തരിച്ചു. എനിക്ക് കേട്ടിട്ട് അങ്ങ് ഭയങ്കര വിഷമായി. ഉടനെ ഞാൻ ക്ലോസ് സർക്കിളിൽ നിൽക്കുന്ന ചിലർക്കൊക്കെ ഞാനത് ഫോർവേഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അറിയാവുന്ന ഒരാൾ പെട്ടെന്ന് നെറ്റിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ, ഡോൺ മോൻ ഇതുവരെ മരിച്ചിട്ടില്ല, അദ്ദേഹം ജീവനോടെ ഉണ്ട്, ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്നു, ആരാധിച്ചുകൊണ്ടിരിക്കുന്നു, സെർവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, പാസ്റ്ററെ അത് പറ്റിക്കലാണ്, ചെയ്യല്ലേ, ഇനി ആർക്കും ഫോർവേഡ് ചെയ്യല്ലേ. അവസാനം അപ്പോളജൈസ് ചെയ്തു. അദ്ദേഹം മരിച്ചിട്ടില്ല, ജീവനോടെ ഉണ്ട്, ഇപ്പോഴും അദ്ദേഹം ജീവിച്ചിരിക്കുന്നു. അപ്പോൾ ഞാൻ പറയുന്നത്, ഞാൻ അങ്ങ് വിശ്വസിച്ചു. ഇതുപോലെ പലതും നമ്മൾ കിട്ടുന്നത് ഫോർവേഡ് ചെയ്യുമ്പോൾ നമ്മൾ ഓർക്കണം, അത് ശരിയാണോ തെറ്റാണോ എന്ന് ചിന്തിക്കാൻ പോലും നമുക്ക് സാധ്യമല്ല. ഈ കോവിഡൊക്കെ പടർന്നു പിടിച്ച കാലത്ത് ഓർക്കുന്നുണ്ട്, ഗവൺമെൻറ് ശക്തമായി, ആരോഗ്യ വകുപ്പും ശക്തമായി പറഞ്ഞു, ആരും ഈ കൊറോണയുടെ മരുന്ന് ഇന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആരും സർക്കുലേറ്റ് ചെയ്യാൻ പാടില്ല.
ചാണകവെള്ളം കുടിച്ചാൽ അല്ലെങ്കിൽ തലയിൽ ഒഴിച്ചാൽ ഇത് മാറും, അല്ലെങ്കിൽ ഇന്നത് കുടിച്ചാൽ ഇത് മാറും എന്ന് പറഞ്ഞുകൊണ്ട് ഇത് സർക്കുലേറ്റ് ചെയ്യരുത്. കാരണം ഇതൊന്നും ശരിയാകണമെന്നില്ല. എന്താണ് ഞാൻ പറഞ്ഞു വരുന്നത്? ഒരു നെഗറ്റീവ് എൻവയൺമെൻറ്റിൽ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡോടുകൂടെ ജീവിക്കണമെങ്കിൽ പ്രധാനമായും നമ്മൾ ചെയ്യേണ്ടത് എന്ത് കേട്ട് എന്ത് വിശ്വസിക്കണം എന്ന് തീരുമാനിക്കണം. കാരണം അകത്തേക്ക് വരുന്നതാണ്, നമ്മുടെ അകത്തേക്ക് നമ്മൾ ഇൻടേക്ക് ചെയ്യുന്നതാണ് പുറത്തേക്ക് വരുന്നത്. അസത്യങ്ങൾ നിരവധി നമ്മൾ വിശ്വസിച്ച് വച്ചിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ വാട്സപ്പിൽ ലഭിക്കുന്ന പലതും ഒന്ന് ചിന്തിക്കും, എങ്കിൽ ഇപ്പോഴും അബദ്ധം പറ്റുന്നുണ്ടോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പലതും നമ്മൾ ഫോർവേഡ് ചെയ്യും. പലരും പല മോട്ടീവ്സോടുകൂടിയാണ് പലരും ഇതൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതിനു വേണ്ടി മാത്രം ലക്ഷങ്ങൾ ഇരിപ്പുണ്ട്. ട്രോളുകൾ ഉണ്ടാക്കാൻ, പോസ്റ്റേഴ്സ് ഉണ്ടാക്കാൻ, കോട്ട്സ് വെച്ച് ഉണ്ടാക്കാൻ, പലതിൻ്റെയും ഗ്രാഫിക്സ് ചെയ്യാനൊക്കെ ഒത്തിരി പേര് ഇതിൻ്റെ പുറകിൽ ഇരിപ്പുണ്ട്. ഇതുകൊണ്ട് പല നേട്ടങ്ങളും പലർക്കുമുണ്ട്. പക്ഷെ ജനങ്ങൾ തെറ്റിദ്ധരിക്കുകയാണ്. തീവ്രവാദികൾ, അതുപോലുള്ള സംഘടനകൾ, സാമൂഹിക വിരോധികളൊക്കെ അനാവശ്യമായ പലതും പ്രചരിപ്പിക്കുക. അതിനെ റെസ്ട്രിക്റ്റ് ചെയ്യാൻ തന്നെ സോഷ്യൽ മീഡിയയിൽ പലതും, വാട്സപ്പിൽ പലതും നമുക്ക് നേരത്തെയൊക്കെ ഒത്തിരി ഒരുമിച്ച് ഫോർവേഡ് ചെയ്യാൻ കഴിയുമെന്ന്. എന്നാൽ ഇപ്പോൾ അത്രയും സാധിക്കുന്നില്ല. അവർ തന്നെ അതിന് റെസ്ട്രിക്ഷൻ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം വേഗത്തിൽ ബാഡ് ന്യൂസ്, ബാഡ് റിപ്പോർട്ട്സ് പരക്കാൻ സാധ്യതയുണ്ട്. മോശയുടെ നേതൃത്വത്തിൽ 30 ലക്ഷത്തോളം ജനം വാഗ്ദത്ത ദേശം കൈവശമാക്കാൻ വേണ്ടി മാർച്ച് ചെയ്ത് വരികയാണ്. ഒരു ഘട്ടം എത്തിയപ്പോൾ മോശെ 12 ഗോത്രപിതാക്കന്മാരെ വിളിച്ചിട്ട് പറയും, നിങ്ങൾ ആദ്യം പോകണം. ഈ 30 ലക്ഷം പേരെയും കൊണ്ട് അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യം ആ നാട് പോയി ഒന്ന് നോക്ക്. നിങ്ങൾ സ്പൈ വർക്ക് ചെയ്യണം. 12 ചാരന്മാരെ പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ചയക്കുകയാണ്. 12 ചാരന്മാർ ഈ ദേശം നോക്കാൻ വേണ്ടി നടക്കാൻ തുടങ്ങി. അവരെങ്ങനെ നടന്ന് സംഖ്യാപുസ്തകം 13-ാം അധ്യായത്തിൽ നിങ്ങൾക്കത് വായിക്കാൻ കഴിയും. നമ്പേഴ്സ് ചാപ്റ്റർ 13. അവർ പോയി, അവരവിടെ ചെന്ന് ആ ദേശമൊക്കെ ഒന്ന് കണ്ടു. അവിടെ ചെന്നപ്പോൾ കാണുന്ന കാഴ്ച, മനുഷ്യർക്കൊക്കെ നല്ല പൊക്കം. സാധാരണ മനുഷ്യരെക്കാൾ 2-3 ഇരട്ടിയാണ് പൊക്കം. അവിടെ ഓരോരുത്തർ കിടക്കുന്ന കട്ടിൽ കണ്ടപ്പോൾ തന്നെ അവർക്ക് പേടിയായി. ഭീകരമായ കട്ടിലുകൾ. അവിടുത്തെ ചെടികളും മരങ്ങളും സകലവും നോക്കിക്കഴിഞ്ഞപ്പോൾ അവിടെ മല്ലന്മാർ, ജയന്റ് റേസ് ഒക്കെ അവിടെ ജീവിച്ചിരിപ്പുണ്ട്. ഇതെല്ലാം കൂടി കണ്ടു. ഈ ചാരന്മാരായി പിടിക്കാൻ വേണ്ടി പോയ ആളുകൾ 12 പേര് 2 ഗ്രൂപ്പായി തിരിച്ചു വന്നപ്പോൾ അവർ റിപ്പോർട്ടുമായിട്ട് വന്നപ്പോഴേക്കും അതിനകത്തുള്ള 12 റിപ്പോർട്ടർമാരിൽ 10 റിപ്പോർട്ടേഴ്സ് ഒരു ഗ്രൂപ്പായിട്ട് വരികയാണ്. അവർ വന്നിട്ട് മോശയോട് പറഞ്ഞു, നോ വേ, ഇത് നടക്കുന്ന പരിപാടിയല്ല. മോശെ, ഇതുവരെ പറ്റിയത് പറ്റി, എങ്ങനെയെങ്കിലും തിരിച്ച് ഫറവോനോട് ക്ഷമ ചോദിച്ച് എങ്ങനെയെങ്കിലും തിരിച്ചു കയറാൻ നോക്കുക. കാരണം ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. ഈ നാട് നമുക്ക് പിടിക്കാൻ പറ്റില്ല. കാരണം അത്രയ്ക്ക് അജാനുബാഹുക്കളായ മനുഷ്യർ. അവരുടെ മുമ്പിൽ ഞങ്ങൾ നിന്നപ്പോൾ വെട്ടുക്കിളികളെ പോലെ തോന്നി. അവർക്കും ഞങ്ങളെക്കുറിച്ച് അങ്ങനെ തോന്നി, വെട്ടുക്കിളികളെ പോലെ തോന്നി. ഗ്രാസ് ഹോപ്പേഴ്സ്, അതുപോലെ വിട്ടിൽ പോലെ ഇരിക്കുക ഞങ്ങൾ, അത്രയ്ക്ക് ചെറുത്. എന്നാൽ 2 പേര് വന്നിട്ട് പറഞ്ഞു, നോ, ദൈവം നമുക്ക് തന്ന ഈ ദേശം, ദൈവം നമ്മോട് കൂടി ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ പിടിച്ചടക്കും. കാരണം ദൈവം നമ്മോട് കൂടെയാണുള്ളത്, അവരോട് കൂടെയല്ല. ദൈവമാണ് നമുക്ക് വാഗ്ദത്തം ചെയ്തത്. നോക്കിയേ, 2 റിപ്പോർട്ടാണ് വരുന്നത്. ഒന്ന് തികച്ചും നെഗറ്റീവായ റിപ്പോർട്ട്, രണ്ടാമത്തേത് വളരെ പോസിറ്റീവായ റിപ്പോർട്ട്. എൻ്റെ ചോദ്യം, ഒരേ ദേശം, ഒരേ ആളുകൾ, ഒരേ ലാൻഡ്സ്കേപ്പ്, അവിടുത്തെ ഒരേ സ്ഥലമാണ് ഈ 12 പേരും നോക്കിക്കണ്ടത്. എന്നാൽ ഈ 12 പേർ തിരിച്ചു വന്നപ്പോൾ ഒരു ഗ്രൂപ്പ് 10 പേർ നെഗറ്റീവ് റിപ്പോർട്ടേഴ്സായി തിരിച്ചു വന്നു. ഒരു കൊച്ചു ഗ്രൂപ്പ് 2 പേർ പോസിറ്റീവ് റിപ്പോർട്ടേഴ്സായി തിരിച്ചു വന്നു. ശ്രദ്ധിച്ച് കേൾക്കണം. അതുകൊണ്ട് ജോഷുവ ഒരു തീരുമാനമെടുത്തു, ഇനി ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ ഈ നെഗറ്റീവ് റിപ്പോർട്ടേഴ്സിനോടൊപ്പം ഞാൻ ജീവിക്കുകയില്ല. നെഗറ്റീവ് റിപ്പോർട്ടിങ്ങിൽ ഞാൻ പങ്കാളിയല്ല. മാത്രമല്ല, പിൽക്കാലത്ത് മോശെ ജോഷുവയെ
തൻ്റെ പിൻഗാമിയെ ആക്കി വെച്ച ശേഷം കർത്താവ് തന്നെ മുന്നിലേക്ക് നടത്തുമ്പോൾ അവിടെ എത്താറായ സമയത്ത് വീണ്ടും ഇതുപോലെ സ്പൈസിന് വിടുന്നുണ്ട്. സ്പൈസിന് വിടുന്ന സമയത്ത് തൻ്റെ സ്വന്തം അനുഭവം കൊണ്ട് ജോഷു ഒരു കാര്യം മനസ്സിലാക്കി, 12 പേരെ വിട്ടാൽ ഇനി ഇതുപോലെ തന്നെ വരും, അതിനേക്കാൾ നല്ലത് 12 പേരെ വിടേണ്ടവർ 2 പേരെ വിട്ടാൽ മതി. ജോഷുവയുടെ പുസ്തകം 2-ാം അധ്യായം 1-ാമത്തെ വചനത്തിൽ നമുക്കത് കാണാൻ കഴിയും. വെറും 2 പേരെ മാത്രമേ അദ്ദേഹം അയക്കുന്നുള്ളൂ, വെറും 2 പേരെ മാത്രം. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ആ 2 പേർ പോസിറ്റീവ് റിപ്പോർട്ടേഴ്സ് മാത്രമായിരുന്നു. അവർ ചെല്ലുന്നു, ഇതൊക്കെ ഭീകരമായ ആ യെരിഹോ വാൾ കാണുന്നു, രാഹാബിൻ്റെ വീട്ടിൽ ചെല്ലുന്നു. അവർ വളരെ ധൈര്യത്തോടുകൂടെ നല്ല റിപ്പോർട്ടുമായി അവർ തിരിച്ചു വരുന്നു. ആ 2 റിപ്പോർട്ടേഴ്സ് ചാരന്മാർ പോയി കാര്യങ്ങൾ പറഞ്ഞ് തിരിച്ചു വന്ന് അങ്ങനെ പോസിറ്റീവായിട്ടുള്ള ആളുകളുമായി പോയതുകൊണ്ട് മാത്രമാണ് വാഗ്ദത്ത നാട്ടിൽ അവരെത്തിയത്. ഓർക്കണം, ഇതിനു മുമ്പത്തെ ആ നെഗറ്റീവ് റിപ്പോർട്ടേഴ്സ് 10 പേരും ഈ വാഗ്ദത്ത നാടെത്തിയില്ല. അത് വിശ്വസിച്ച എല്ലാ ജനങ്ങളും മരുഭൂമിയിൽ മരിച്ചു. എന്നാൽ അന്ന് ആദ്യത്തെ പോസിറ്റീവ് റിപ്പോർട്ടേഴ്സ് 2 പേരുണ്ടായിരുന്നു, ജോഷുവയും കാലേബും. അവർ 2 പേരും പ്രവേശിച്ചു. ഇതൊക്കെ നമ്മുടെ മുമ്പിൽ ചരിത്രത്തിൽ തെളിവായി കിടക്കുക. അതുകൊണ്ട് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, ദയവായി ഒരു നെഗറ്റീവ് സർക്കംസ്റ്റൻസിൽ പോസിറ്റീവായി ജീവിക്കണമെങ്കിൽ നെഗറ്റീവ് റിപ്പോർട്ടേഴ്സ് കേൾക്കുന്നത് നിർത്തണം. എനിക്ക് ഇനിയും ചില കാര്യങ്ങൾ പറയാനുണ്ട്, നാളെ ഞാൻ പറയും. ഒരു കടഭാരം മാറിപ്പോയ ഒരു കൂട്ടം സാക്ഷിയായിട്ടാണ് വന്നിരിക്കുന്നത്. കടഭാരം മാറി, അതെ, അത് പറയണം. കാരണം കടബാധ്യതയിലുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ കൈ ഉയർത്താം. നിങ്ങൾക്കുള്ള ഇന്നത്തെ പ്രസംഗമാണ് കേൾക്കാൻ പോകുന്നത്. പറഞ്ഞു. താൻ വളരെയധികം വിശ്വാസത്തോടു കൂടി പ്രയർ ഡയറിയിൽ എഴുതി വെച്ച് പ്രാർത്ഥിക്കുകയും ബ്ലെസ്സിംഗ് സെന്ററിൽ പ്രാർത്ഥന ഡയറിയാണോ? അതെ അതെ. എന്റെ കർത്താവേ, അതിന്റെ എല്ലാ പേജുകളിലും 2016 തൊട്ട് എഴുതാൻ തുടങ്ങിയതാ. ഇത് നോക്കിയ ചുവന്ന മഷി, നീല മഷി എല്ലാം ഞാൻ വിചാരിച്ചു എഴുതി പഠിച്ച പുസ്തകമാണ്. ഒത്തിരി എഴുതിയിട്ടുണ്ട്. പ്രാർത്ഥനയ്ക്ക് ലഭിച്ച മറുപടി കിടക്കുന്ന കണ്ടോ? ഒത്തിരി എഴുതിയിട്ടുണ്ട്. മകളുടെ പനി വിട്ടുമാറി സൗഖ്യം വന്നതിന് നന്ദി, ആമേ. സഹോദരൻ ജ്യോതി ദാസിന്റെ രോഗത്തിൽ നിന്ന് വിടുതൽ തന്നതിന് നന്ദി. അപ്പോൾ പ്രാർത്ഥനയ്ക്ക് ലഭിച്ച മറുപടിയുടെ പേജുകൾ പോലും ഇവിടെ ഫില്ല് ചെയ്തേക്കുക. പറ. ആന്റി സംഭവിച്ചതാണ്, ആന്റിയുടെ മകളുടെ കല്യാണത്തിന് വേണ്ടി 5 ലക്ഷം രൂപ ഒരു ബാങ്കിൽ നിന്ന് താൻ ലോൺ എടുത്തിരുന്നു. 2 വർഷം താൻ കഷ്ടപ്പെട്ട്, വളരെയധികം കഷ്ടപ്പെട്ട് എങ്ങനെയെങ്കിലുമൊക്കെ അടച്ചു. പക്ഷെ 1 വർഷം അടയ്ക്കാൻ കഴിഞ്ഞില്ല. വളരെയധികം ബുദ്ധിമുട്ടിലായിപ്പോയി. കല്യാണമെല്ലാം കഴിഞ്ഞ് അതിൻ്റെ ചിലവെല്ലാം ആയപ്പോൾ താൻ വളരെയധികം ബുദ്ധിമുട്ടിലായിപ്പോയി. 1 വർഷം തനിക്ക് അടയ്ക്കാനേ പറ്റിയില്ല. ആ ബാങ്കിൻ്റെ വശത്തേക്കേ തനിക്ക് പോകാൻ പറ്റിയില്ല. വർഷാവസാനം എങ്ങനെ വന്ന് 86,000 രൂപ പലിശയും അതിൻ്റെ കൂട്ടുപലിശയും ചേർന്ന് 86,000 രൂപ അടയ്ക്കണമെന്ന് പറഞ്ഞ് ബാങ്കിൽ നിന്ന് നോട്ടീസും വന്നു. ആൻറ്റി എന്ത് ചെയ്യണമെന്ന് ഒരു വഴിയുമില്ല. ആൻറ്റി എന്ത് ചെയ്തു? വന്ന് നമ്മുടെ ബ്ലെസ്സിംഗ് സെന്ററിലേക്ക് വന്ന് പ്രാർത്ഥിക്കുവാനായി തുടങ്ങി. ആൻറ്റി ശക്തിയോടെ പ്രാർത്ഥിക്കുവാനായി തുടങ്ങി. എല്ലാം ചെയ്തപ്പോൾ ആൻറ്റി പോലും പ്രതീക്ഷിക്കാതെ എപ്പോഴോ ആൻറ്റി അപ്ലൈ ചെയ്തിരുന്ന ഒരു ചിട്ടി പ്രാർത്ഥിച്ചതിന് ശേഷം കിട്ടി. ചേർന്നിട്ടിരുന്ന ചിട്ടി കിട്ടി. ചിട്ടി കിട്ടി. ആ ബാങ്കിലെ പലിശയും എല്ലാം അടച്ചു തീർക്കുവാനുള്ള എമൗണ്ട് ആ ചിട്ടിയിലുണ്ടായിരുന്നു. ആൻറ്റി ഇന്ന് ഡെബിറ്റ് ഫ്രീ ആണ്. ഇന്ന് ഡെറ്റ് ഫ്രീ ആയിട്ട് ആൻറ്റി മാറി. കടം കർത്താവ് എടുത്ത് മാറ്റി. കൈകൾ ഉയർത്തി പിടിച്ചോ കടബാധ്യത ഉള്ളവർ. കർത്താവെ, ഈ സഹോദരിയെ കടബാധ്യതയിൽ നിന്ന് വിടുവിച്ച കർത്താവ് ഇന്ന് ഈ സൂപ്പർ സൺഡേയിൽ ആരെല്ലാം കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുന്നവരുടെ കടബാധ്യതയും കർത്താവ് ക്യാൻസൽ ചെയ്യുന്നതിനായി നന്ദി. ഞാൻ അതിൻ്റെ മേൽ ഒരു ക്യാൻസൽ, ഒരു സിംബൽ ഇപ്പോൾ വരയ്ക്കുകയാണ് യേശുവിൻ്റെ നാമത്തിൽ. ഓൾ ദീസ് ഡെറ്റ്സ് ബി ക്യാൻസൽഡ് ഇൻ ജീസസ് നെയിം. കർത്താവ് അങ്ങനെ ചെയ്തതിനാൽ നന്ദി. ആമേൻ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കർത്താവെ, ജനങ്ങളെ അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. ഈ വചനം അവരുടെ ഹൃദയത്തിൽ തുളച്ചു കയറട്ടെ. ചില തീരുമാനങ്ങൾ അവർ എടുക്കട്ടെ. താങ്ക് യു ജീസസ്. രോഗികളെ അങ്ങിപ്പോൾ സൗഖ്യമാക്കണം യേശുവിൻ്റെ നാമത്തിൽ. സകല രോഗികളും വിശ്വാസത്താൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. പ്രാർത്ഥന കേട്ടതിനായി നന്ദി യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. പ്രാർത്ഥന ആവശ്യമുള്ളവർക്ക് പ്രയർ ലൈൻ നമ്പറിൽ വിളിക്കാം. കൂടാതെ ബ്ലെസ്സിംഗ് ടുഡേ ബുക്സ് ആവശ്യമുള്ളവർക്ക് ആമസോണിൽ നിന്ന് കരസ്ഥമാക്കാം.
കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. നാളെ കാണാം. God bless you. Bye-bye.